വെറൈറ്റി സേമിയ പായസം. ഇതിനായി 1.5 ലിറ്ററോളം പാലെടുക്കണം. ചൂടായ കുക്കറിലേക്ക് 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം എടുത്തു വെച്ച 1.5 ലിറ്റർ പാൽ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് കുക്കറിൻ്റെ മൂടി വെച്ച് 1 വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് 1 കപ്പ് സേമിയയും കുറച്ച് കാഷ്യൂനട്ടും വേണം. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂനട്ട് വറുത്ത് കോരാം. ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇതിനെ വറുത്തെടുക്കണം. ഇതിന് ശേഷം ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ പാലിവിടെ നല്ല ഒരു വിസിലൊക്കെ പോയി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് വെന്ത് വന്നിട്ടുള്ള സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ കുറച്ച് നേരം ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. വറുത്ത് വെച്ച കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ട്